നമസ്കാരം. റിട്ടയർമെൻറ്റ് ടൈമിൽ പല ആൾക്കാരുടെ ബൾക്കായിട്ടൊരു പൈസയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ പലരുടെയും ഒരു കാര്യം വെച്ചാൽ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, 70 വയസ്സ് കഴിഞ്ഞു, അപ്പോൾ ഇനി ഞാൻ ബാങ്ക് എഫ്ഡിനെ മാത്രം ആശ്രയിച്ചിരിക്കേണ്ട ടൈമാണ് എന്ന് പറഞ്ഞിട്ട് പലരും ഉള്ള പൈസ മൊത്തം എഫ് ഡിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക പോലുമില്ല, പൈസ പെട്ടെന്ന് ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് പൈസ വെറുതെ SBI അക്കൗണ്ടിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ ഇനി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആവശ്യം വേണ്ട ടൈമിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനിൽ പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ബൾക്ക് പൈസയൊക്കെ എസ്പെഷ്യലി ഒരു നമ്മുടെ ജോലിയിലിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഗൾഫിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എൻ്റെ സർവീസിൽ നമുക്കൊരു ബൾക്ക് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് 3 ആയിട്ട് വേണമെങ്കിൽ ബക്കറ്റായിട്ട് നമുക്ക് തിരിക്കാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഈ പറഞ്ഞ ബൾക്ക് പൈസ. അപ്പോൾ ഒന്ന്, നമുക്ക് ഒരു ലിക്വിഡ് ആയിട്ടുള്ള കുറച്ച് പൈസ വേണം. എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു വർഷം തൊട്ട് 3 വർഷം വരെ നമുക്ക് ജീവിക്കാനുള്ള പൈസ അതിലുണ്ടായിരിക്കണം. എമർജൻസി ഫണ്ട് അതിലുണ്ടായിരിക്കണം. നമ്മുടെ മാസ ചിലവിൻ്റെ ഒരു വർഷത്തെ എങ്ങാനും ഒരു പൈസ നമ്മുടെ അടുത്ത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ നമുക്ക് നിശ്ചയമായിട്ടും വേണ്ട കുറേ ഇൻഷുറൻസ്, അങ്ങനെ കുറേ എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലോ എന്ന് പറഞ്ഞിട്ടൊരു ബഫർ പൈസയൊക്കെ എടുത്ത് വെക്കണമല്ലോ. ഇതിനെല്ലാത്തിനെയും കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ ലിക്വിഡായിട്ടിരിക്കാനായിട്ടൊരു 3 വർഷത്തേക്കുള്ള ഒരു പൈസ, അത് നമുക്ക് ഏറ്റവും ലിക്വിഡായിട്ടുള്ള, ഇപ്പം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിൽ ഡെറ്റ് ഫണ്ടുകൾ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ട് ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ 3 വർഷത്തേക്കുള്ള ഒരു ബൾക്ക് പൈസ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം അതിന് എടുക്കാനും പറ്റും. ആ എടുക്കുന്നതിന് എത്ര പ്രോഫിറ്റ് വന്ന് അതിൻ്റെ ടാക്സ് മാത്രം കൊടുത്താൽ മതി. ഇനി അതല്ല, ബാങ്കിൽ FD ആയിട്ട് വെക്കാനുള്ള താല്പര്യം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ FD ആയിട്ട് വെക്കാം. അതും വളരെ സേഫായിട്ട് എപ്പോഴെങ്കിലും എടുക്കാം എന്നുള്ളൊരു സാഹചര്യത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതാണ് ലിക്വിഡ് ബക്കറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിൽ നോക്കുന്നത്. അതൊരു ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബൾക്ക് പൈസയിൽ നിന്ന് എത്ര രൂപയാണോ നമുക്കൊരു 3 വർഷത്തേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പൈസ മീറ്റ് ചെയ്യാനുള്ള എത്ര രൂപയാണെന്ന് കണക്കാക്കാം. അത് മാത്രം ലിക്വിഡ് ബക്കറ്റിൽ നമ്മൾ വളരെ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏതാണോ അതിൽ മാത്രം വയ്ക്കാം. ഇനി രണ്ടാമത്തെ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ബക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമുക്ക് ഒരു 3 വർഷം തുടങ്ങിയിട്ട് ഒരു 7 വർഷം വരേക്കുള്ള പൈസ നമുക്ക് അതിൽ മാറ്റിവെക്കാം. നമുക്ക് ഒരു 7 വർഷത്തിനിടയിലും അല്ലെങ്കിൽ 3 വർഷത്തിന് 7 വർഷത്തിനിടയിൽ ഈ പറഞ്ഞ നമ്മുടെ ലിക്വിഡ് ബക്കറ്റ് കഴിഞ്ഞിട്ട് എത്ര രൂപ നമുക്ക് വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണം. അത് നമുക്ക് പല കാരണങ്ങളുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു പ്ലാനൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഏതെങ്കിലും ഒരു കാറ് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ ഇനി നമുക്കൊരു വേൾഡ് ടൂർ പോകണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ടൂർ പോകണത് ഭയങ്കര ഒരു കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പല കാര്യം ഓരോ റിട്ടയർമെൻറ്റിൻ്റെ ആൾക്കാർക്കും ഓരോരോ റിക്വയർമെൻറ്റുകളും. അപ്പോൾ ഇതെത്രയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ബൾക്ക് പൈസ നമുക്ക് കുറച്ചും കൂടി റിട്ടേൺ തരുന്നതും എന്നാൽ കുറച്ചും കൂടി ലോങ് ടൈമിലേക്ക് വെക്കാവുന്ന രീതിയിലുള്ള അസറ്റ് ക്ലാസ്സുകളിൽ വയ്ക്കുക. അതിന് എക്സാമ്പിളായിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹൈബ്രിഡ് ഫണ്ടുകളിൽ തന്നെ ഒരു അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇക്വിറ്റി സേവിങ് ഫണ്ട്, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഏതാണോ ഓരോരുത്തരുടെയും ഒരു റിസ്ക് പ്രൊഫൈൽ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിന് ഡെഫിനറ്റ്ലി ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകളാണ് ഇപ്പോൾ റിട്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇൻകം കിട്ടാനുള്ള ചാൻസുകളാണ്. ഇനി ഗോൾഡിൻ്റെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് ഇൻകം കിട്ടും. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. 8 വർഷം വരെയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഇതൊക്കെ അതിൽ പെടുത്താവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. അപ്പോൾ ഗോൾഡിലൊക്കെ ഇത്തരം ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അത് ഡെഫിനറ്റ്ലി ജ്വല്ലറി ഒഴിവാക്കുക, ETF അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻസൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി കുറച്ച് ലോങ്ങർ ടൈമിലേക്കുള്ള FDയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി അധികം റിട്ടേൺ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഉള്ള FD ഒക്കെ ഒരു 30 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 8% മുകളിൽ റിട്ടേൺ കിട്ടും. അതൊക്കെ ഇത്തരം സേഫ്റ്റി ബക്കറ്റിൽ പെടുത്തി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസാണ്. ഇനി മൂന്നാമത്തെ ബക്കറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ബക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു 7 വർഷത്തിന് മുകളിൽ നമുക്ക് ഒരു ഫണ്ട് മതി എന്ന് വിചാരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ നമ്മുടെ കോർപ്പസിൽ, ആ പൈസ നമുക്ക് ഗ്രോത്ത് ബക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ
ഒരു 7 കൊല്ലം വരെ നമുക്ക് പൈസ ആവശ്യത്തിന് നമ്മുടെ അടുത്ത് ലിക്വിഡിറ്റി ബക്കറ്റും പിന്നെ സേഫ്റ്റി ബക്കറ്റുമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഈ 7 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഇട്ടേക്കണ പൈസ ഡബിൾ ആവണം. അതിന് പറ്റിയ ഇൻസ്ട്രുമെൻറ്റുകൾ ഏതാണ് അത് മനസ്സിലാക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈവൻ നമ്മൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടുന്ന സമയത്ത് പൈസ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 7 വർഷം കഴിഞ്ഞിട്ട് അത് കിട്ടിയാൽ മതി, ആ സമയത്ത് ഡബിൾ ആയാൽ മതി. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിട്ട് ഇപ്പോൾ സ്റ്റോക്കുകളിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈവൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടും, അതാണ് ഇവിടെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻകം കൂടിയും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ മിനിമം ഒരു 10% അല്ലെങ്കിൽ ഒരു 15% റിട്ടേൺ തരും എന്ന് കിട്ടുന്ന അസറ്റ് ക്ലാസ് ഏതാണോ അത്തരം അസറ്റ് ക്ലാസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലിക്വിഡ് ബക്കറ്റും അല്ലെങ്കിൽ സേഫ്റ്റി ബക്കറ്റൊക്കെ 7 കൊല്ലത്തിനുള്ളിൽ ഉപയോഗിച്ച് നമ്മുടെ നിന്ന് കുറച്ച് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ ഗ്രോത്ത് ബക്കറ്റ് ഡബിൾ ആവുന്നതിൻ്റെ പേരിൽ നമുക്ക് പിന്നെയും ഈ ലിക്വിഡ് ബക്കറ്റും സേഫ്റ്റി ബക്കറ്റും റീഫിൽ ചെയ്യാനും നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് ആ പൈസ കുറയാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പൈസ മാനേജ് ചെയ്ത് പോകാനായിട്ടും പറ്റും. നമുക്ക് റിട്ടയർമെൻറ്റൊക്കെ വരുന്ന സമയം മിക്കവാറും 60-65 വയസ്സൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എത്രയാണോ ക്യാപിറ്റൽ ഉണ്ടായത് അതിന് ശരിക്കും പറഞ്ഞൊരു അപ്രീസിയേഷൻ വന്ന് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് 60-ാമത്തെ വയസ്സിലുള്ളതും 70-ാമത്തെ വയസ്സിലുള്ളതും നമ്മൾ വിചാരിക്കും കുറയാനേ ചാൻസ്, പക്ഷേ കുറയാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് ആ സമയത്താണ് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഫണ്ട് ഒരു അപ്രീസിയേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സേഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നോക്കാതെ നമുക്ക് വേണ്ടത് സേഫ്റ്റിയും വേണം, എന്നാൽ ലിക്വിഡിറ്റിയും വേണം, അതോടൊപ്പം നമ്മുടെ ഫണ്ട് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ എത്രയുണ്ടോ അതിൽ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടൊരു ഗ്രോത്ത് നമ്മുടെ എൻ്റയർ വെൽത്തിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ റിട്ടയർമെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഒരു ബൾക്ക് പൈസയൊക്കെ ഉണ്ട്, അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ബക്കറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മുടെ പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക. വിൽ ട്രൈ ടു ഹെൽപ്പ് യു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.